കിങ്സ്റ്റണിൽ നടന്ന മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ വെറും 27 റൺസിന് ഓൾ ഔട്ടായി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിലൊന്നിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ ഈ ദയനീയ പ്രകടനം ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ടീമിനെ രക്ഷിക്കാൻ ഇതിഹാസ താരങ്ങളായ ബ്രയാൻ ലാറയും വിവിയൻ റിച്ചാർഡ്സും ഉൾപ്പെടെയുള്ള മുൻനിരക്കാരെ രംഗത്തിറക്കാൻ CWI തീരുമാനിച്ചിരിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ എങ്ങനെ കളിക്കണമെന്ന് ടീമിനെ പഠിപ്പിക്കാൻ ബ്രയാൻ ലാറയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സമീപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറിനടുത്ത് ഓസ്ട്രേലിയക്കെതിരായ ഡേ നൈറ്റ് ടെസ്റ്റിൽ 205 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസ് വെറും 27 റൺസിന് ഓൾ ഔട്ടായത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ടീം നേടുന്ന ഏറ്റവും കുറഞ്ഞ സ്കോറിന്റെ റെക്കോർഡിന് വെറും 1 റണ്ണിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് വെസ്റ്റ് ഇൻഡീസിന് ആ നഷ്ടം ഒഴിവാക്കാനായത്. വെസ്റ്റ് ഇൻഡീസിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ മുൻ സ്കോർ 2004 ഇംഗ്ലണ്ടിനെതിരെ 47 റൺസിന് ഓൾ ഔട്ട് ആയതായിരുന്നു. ഈ നാണക്കേട് നിലവിലെ ടീമിന്റെ മോശം പ്രകടനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഓസ്ട്രേലിയൻ പേസർ മിച്ച് സ്റ്റാർക്കിന്റെ പ്രകടനമാണ് വെസ്റ്റ് ഇൻഡീസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. തന്റെ കരിയറിലെ 100ാം ടെസ്റ്റിൽ വെറും 15 പന്തുകൾക്കിടെ 5 വിക്കറ്റുകൾ വീഴ്ത്തി സ്റ്റാർക്ക് വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിരയെ തകർത്തു. 9 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റുകൾ നേടിയ സ്റ്റാർക്കിനൊപ്പം ഹാട്രിക് നേടിയ സ്കോട്ട് ബോളണ്ടും ഓസീസ് ബൗളിംഗ് ആക്രമണത്തിൽ തിളങ്ങി. 7 വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാർ 0-ന് പുറത്തായതും അവരുടെ ബാറ്റിംഗ് തകർച്ചയുടെ ആഴം കാണിക്കുന്നു. ഈ പരമ്പരയിലുടനീളം കാര്യമായ പോരാട്ടം കാഴ്ചവെക്കാൻ പോലും സാധിക്കാതെ ഉഴറിയ വെസ്റ്റ് ഇൻഡീസ് 3 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഒരു മത്സരത്തിലും വിജയിച്ചില്ല എന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ നേർചിത്രമാണ്. ഈ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് പ്രസിഡന്റ് ഡോക്ടർ കിഷോർ ഷാലോ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. തോൽവിയുടെ കാരണങ്ങൾ വിശദമായി വിലയിരുത്തുക എന്നതായിരുന്നു യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ യോഗത്തിലേക്ക് ക്രിക്കറ്റ് ലോകത്തെ ഇതിഹാസങ്ങളായ ബ്രയാൻ ലാറയെയും മുൻ നായകൻ വിവിയൻ റിച്ചാർഡ്സിനെയും ക്ഷണിച്ചിരുന്നു. കൂടാതെ മുൻ നായകൻ ക്ലൈവ് ലോയിഡ്, മുൻ താരങ്ങളായ ശിവ്നരേൻ ചന്ദ്രപോൾ, ഡെസ്മണ്ട് ഹെയ്ൻസ്, ഇയാൻ ബ്രാഡ്ഷോ എന്നിവരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ച് CWIക്ക് എത്രത്തോളം ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഈ ഇതിഹാസ താരങ്ങളുടെ അനുഭവ സമ്പത്തും കാഴ്ചപ്പാടുകളും നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സഹായിക്കുമെന്നാണ് CWIയുടെ പ്രതീക്ഷ. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മഹത്വവും വെല്ലുവിളികളും അടുത്തറിഞ്ഞ ഈ താരങ്ങൾക്ക് യുവ കളിക്കാരെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുമെന്നും CWI വിശ്വസിക്കുന്നു. വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ മോശം പ്രകടനത്തിന് പിന്നിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ്, കരീബിയൻ പ്രീമിയർ ലീഗ് പോലുള്ള 2020 ലീഗുകളാണെന്ന് ബ്രയാൻ ലാറ സ്റ്റിക്ക് ടു ക്രിക്കറ്റ് എന്ന തന്റെ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൽ പരോക്ഷമായി കുറ്റപ്പെടുത്തിയിരുന്നു. T20 ലീഗുകളിൽ കളിക്കുന്നതിലൂടെ കളിക്കാർക്ക് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, അതായത് നീണ്ട സമയം ക്രീസിൽ ചെലവഴിക്കുക, ക്ഷമയോടെ കളിക്കുക, പ്രതിരോധിക്കാൻ പഠിക്കുക തുടങ്ങിയവ നഷ്ടപ്പെടുന്നു എന്നാണ് ലാറയുടെ പ്രധാന വാദം. സാമ്പത്തികമായി ലാഭകരമായ T20 ലീഗുകൾ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിനോടുള്ള അവരുടെ പ്രതിബദ്ധത കുറയുന്നതായി അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ ലാറയുടെ നിലപാട് ഒറ്റപ്പെട്ടതല്ല. പല ക്രിക്കറ്റ് വിദഗ്ധരും മുൻ കളിക്കാരും ഈ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ തനിമയും പ്രാധാന്യവും നിലനിർത്താൻ കളിക്കാർക്ക് ദീർഘകാല ഫോർമാറ്റുകളിൽ കളിക്കാനുള്ള പ്രചോദനം നൽകേണ്ടതുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. തോൽവിയുടെ പശ്ചാത്തലത്തിൽ ടീമിൽ അഴിച്ചുപണി വേണമെന്നും ഉത്തരവാദികളെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്നും മുൻ നായകൻ കാൾ ഹൂപ്പർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ടീം എന്ന നിലയിൽ വെസ്റ്റ് ഇൻഡീസ് കളിക്കാർക്ക് ദീർഘകാല ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള മാനസികവും ശാരീരികവുമായ കഴിവില്ലെന്നാണ് പലരുടെയും വിമർശനം. പരിശീലനത്തിലും കളിക്കാരുടെ തിരഞ്ഞെടുപ്പിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ടീം മാനേജ്മെന്റിനും സെലക്ഷൻ കമ്മിറ്റിക്കും നേരെയുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലെ അവരുടെ റാങ്കിംഗ് നിലവാര തകർച്ചയുടെ ഒരു വ്യക്തമായ സൂചനയാണ്. യുവതലമുറയിലെ കളിക്കാരെ ടെസ്റ്റ് ക്രിക്കറ്റിനായി സജ്ജരാക്കുക എന്നത് CWIയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ബ്രയാൻ ലാറയെ പോലുള്ള ഇതിഹാസ താരങ്ങളെ ടീമിന്റെ പുനരുജ്ജീവനത്തിനായി കൊണ്ടുവരുന്നത് ഒരു നല്ല തുടക്കമാണ്. അവർക്ക് ടീമിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകാനും കളിക്കാർക്ക് പ്രചോദനം നൽകാനും സാധിക്കും. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് ഒരു ദീർഘകാല പരിഹാരം ആവശ്യമാണ്. യുവപ്രതിഭകളെ കണ്ടെത്തുകയും അവരെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആഭ്യന്തര ക്രിക്കറ്റ് ഘടന ശക്തിപ്പെടുത്തുകയും കളിക്കാർക്ക് കൂടുതൽ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിക്കാൻ അവസരം നൽകുകയും വേണം. T20 ലീഗുകളും ടെസ്റ്റ് ക്രിക്കറ്റും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതും നിർണായകമാണ്. കളിക്കാർക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസരങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തുകയും അതിൽ കളിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് അതിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് കാലം തെളിയിക്കും. എന്നാൽ ഈ 27 റൺസ് എന്ന നാണക്കേട് ഒരു ഉണർത്തുപാട്ടായി മാറുമോ എന്ന് കണ്ടറിയണം.